വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. മോൻ്റെ 5th ബർത്ത്ഡേ ആയിരുന്നു 27th. അപ്പം അന്നത്തെ ഒരു കുറച്ച് കേക്ക് കട്ടിങ്ങും അതിൻ്റെ പ്രമാണിച്ച് നമ്മളൊരു പുറത്ത് പോയതിൻ്റെ ഒരു ഔട്ടിങ്ങും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു വൈകുന്നേരം 3 മണിയൊക്കെയുള്ള സമയത്തൊക്കെയാണ് കേട്ടോ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് നേരത്തെ വന്നു. അപ്പം അതിന് ശേഷമാണ് നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്തത്. ഒരുപാടൊന്നും ഇല്ല, കുറച്ച് ബലൂൺസും കുറച്ച് ബാനറും ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. നമ്മളിത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈവനിങ്ങിൽ ചർച്ചിൽ പോകുന്നുണ്ട്. മാസമൊക്കെ കൂടി വന്നിട്ടാണ് കേക്ക് കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡെക്കറേഷനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ക്രിസ്മസിനൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ക്രിസ്മസ് ട്രീയും ക്രിബും എല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്കിത് വൈകുന്നേരം നമ്മളിത് ചർച്ചിൽ പോകുന്നുണ്ട്. ഒരു 7 മണിക്കാണ് മാസ്. 7 മണി കഴിഞ്ഞിട്ട് നമ്മളത് കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ടിങ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതേ മാസമൊക്കെ കഴിഞ്ഞു. ഇത് അച്ഛൻ്റെ അടുത്തോട്ട് പോവുകയാണ് ബ്ലെസ്സിങ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പം അവിടുത്തെ ഒരു വലിയൊരു അക്വേറിയം ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ കാണാൻ തന്നെ. അപ്പം ഞങ്ങൾ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ അകത്തൊന്നും കയറുന്നതായിട്ട് വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ അതേ ബ്ലെസ്സിങ് ഒക്കെ കഴിഞ്ഞു. ഫാദർ ഒരു മിഠായിയൊക്കെ കൊടുത്ത ആൾ ഹാപ്പി ആയിട്ടുണ്ട്. ഇത് സെൻറ്റ് മൈക്കിൾ ചർച്ചിലെ ക്രിബാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാൻ. നല്ല വലിയ സ്റ്റാച്യൂസൊക്കെ ആയിരുന്നു. നമ്മുടെ ഫോട്ടോയിൽ അത്രയും വീഡിയോയിൽ അത്രയും ആവത്തില്ല, പക്ഷെ നല്ല വലിയ സ്റ്റാച്ചു ആയിരുന്നു കേട്ടോ അവിടുത്തെ എല്ലാം. അപ്പോൾ അതായത് നമ്മളുടെ സെൻറ്റ് മൈക്കിൾ ചർച്ചാണിത്. അവിടുത്തെ നല്ല അടിപൊളി ഡെക്കറേഷനായിരുന്നു. വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. ഒരുപാടൊന്നും ഇല്ല, ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വരാൻ വേണ്ടി. അപ്പോൾ അതേ ഇവിടെ എന്താ പറയുക, സ്പൈഡർമാൻ്റെ കേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അപ്പോൾ കേക്കും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫ്ലോറിലുള്ള കുട്ടികളാണ്. അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഒരു 5 ഫ്രണ്ട്സാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അധികമൊന്നുമില്ല. പിന്നെ ഇത് നമ്മളെ തൊട്ടടുത്തുള്ളവനെ കുട്ടികളുടെ അമ്മയാണ്. ഭയങ്കര കൂട്ടാണ് അവരോട്. അപ്പോൾ അതിന് നമ്മൾ എല്ലാവരെയും നിർത്തി ഫോട്ടോ എടുക്കണം. കാരണം കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കേക്ക് കഴിക്കാനും പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും നിന്ന് തന്നെ ഫോട്ടോ എടുക്കണം. ജൊഹാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇത്രയും ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ആദ്യമാണ്. കാരണം ഇവിടെ ആയതുകൊണ്ട് നമുക്ക് നാട്ടിലോട്ടുള്ള ഫാമിലിയോ ഫ്രണ്ട്സോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പം ഈ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ വർഷത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി തന്നെ ഒരു മാസം മുന്നേ തന്നെ പറഞ്ഞു വിളിക്കണം, എനിക്ക് എല്ലാവരെയും വിളിക്കണം, എല്ലാവരെയും കൂടിയായിട്ട് കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ ഒരു മാസം മുന്നേ തന്നെ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വോയിസ് കൊടുത്ത് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ കേക്ക് കട്ടിങ് ആണ്, നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ.
അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇതാണ് ഹസ്ബൻഡ് കൊടുത്തത്, ഒരാൾ വാങ്ങിക്കൊടുത്ത പിയാനോ ആണ്. പിന്നെ അവന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റാണ് നമ്മളിവിടെ കാണിക്കുന്നത്. വേറൊന്നുമല്ല കേട്ടോ, ഇതൊരു ജസ്റ്റ് ഒരു ഹാപ്പിനെസ്, അതുകൊണ്ട് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാ ഗിഫ്റ്റും വളരെയധികം അവന് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ചെയ്തതാണ്. മോൻ്റെ ബർത്ത് തൊട്ട് ഇപ്പോൾ 5th ഇയർ വരെയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടൊരു ഫ്രെയിം പോലെ തയ്യാറാക്കിയതാണ്. ഇത് മോള് റെഡിയാക്കിയതാണ്, മോള് ചെയ്തതാണ്. പോളറൈഡ് പോലെ തന്നെ അവൾ എന്താ പറയുക, തന്നെത്താനെ റെഡിയാക്കി എടുത്തതാണ്. കാർഡ് ബോർഡൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഫോട്ടോ പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഇത് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് ഫോട്ടോസ് നേരത്തെ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഈ ബർത്ത്ഡേക്ക് അവന് വേണ്ടി ചെയ്ത് കൊടുത്താണ്. ഇത് അവൻ്റെ ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റാണ്. ഇതെല്ലാം ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ അൾസിഫിൽ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മളിത് പോയത്. അപ്പോൾ ആ ഒരു കുറച്ച് നല്ല എന്താ പറയുക, നല്ലൊരു വിഷ്വൽസും കൂടി നമ്മളിവിടെ ഷെയർ ചെയ്യാണ്. ആൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ, അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ ആളൊക്കെ റെഡിയായി നല്ല ചീറപ്പായിട്ട് പിന്നെ കണ്ടുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ, ആ ഒരു ഏരിയ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. വെള്ളവും അത് കുറച്ച് ബിൽഡിങ്സും ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വളരെ ഒരു കാം ആൻഡ് ക്വയറ്റാണ്. നമ്മുടെ മൈൻഡൊക്കെ നന്നായിട്ടൊന്ന് റീഫ്രഷ് ആവും. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് തണുപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് വന്നിട്ടില്ല, ഹസ്ബൻഡ് കാർ പാർക്കിംഗ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അവിടെ ചെന്നപ്പോൾ നമുക്ക് ഈ ഒരു സ്വീറ്റ്, അറബിക് സ്വീറ്റാണ് അത്. നമ്മൾ അങ്ങനെ ഒക്കേഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് അവിടെയൊക്കെ നടന്ന് കണ്ട് അതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു വിഷ്വൽസും കൂടി നിങ്ങളൊന്ന് കണ്ടുപോകും. അപ്പോൾ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയോട് അടുത്തിട്ടുണ്ട്. ആ സമയത്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം കടയൊക്കെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്ളോഗോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.